വാർത്തയിലേക്ക് വരാം. എറണാകുളം പനമ്പുകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. വേണാട് ആദികേശവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ദൈവമേ, ഇയാള് പേടിച്ചിട്ട് ചെയ്യാൻ പറ്റിയ പണിയല്ലല്ലേ. പേടിച്ചിട്ട് ചെയ്യാൻ പറ്റിയ പണിയല്ലല്ലേ. അറിയോട്ടെ അറിയോട്ടെ അങ്ങോട്ട് കാലും വിട്ട് കുത്തിക്കും. നിങ്ങളൊക്കെ പിന്നെ പ്രസിഡന്റായിട്ടൊക്കെ ഒരു ബോധം വേണ്ട ഒരു പരിപാടി നടത്തുമ്പോഴത്തേക്കും നിങ്ങളെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിക്കൂലേ? ഞങ്ങൾ ആൾവീട്ടിൽ എന്ത് ചെയ്യും? കിടമ്പേ പാപ്പാന് മേടിച്ച കൊടുക്കാൻ പറ്റില്ല. അവൻ കിടന്ന് കാണിക്കണ്ട. നവമി ദിനേശ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കും. നവമി, എപ്പോഴായിരുന്നു സംഭവം? ചുറ്റും ആളുകളൊക്കെ കാണുന്നുണ്ട്. ആർക്കും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? ഭവ്യ, രാവിലെയായിരുന്നു വല്ലാർപാടം പനമ്പുകാട് ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞത്. ഇന്ന് ഉത്സവത്തിന്റെ അവസാനത്തെ ദിവസമായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ആദികേശവൻ എന്ന തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ആന ഇടഞ്ഞത്. അവിടെ സമീപ പ്രദേശത്ത് ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഉത്സവത്തിന് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നും ഇത്തരത്തിൽ ഇടഞ്ഞ ആന റോഡിലേക്ക് ഓടുകയായിരുന്നു. ഉടൻ തന്നെ പാപ്പാനടക്കമുള്ളവർ ആനയെ തളയ്ക്കാനായി പോയിയെങ്കിലും അവിടെ ഒരു വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിച്ച ഒരു സാഹചര്യമായിരുന്നു. ആളുകളെല്ലാം ചിതറി ഓടി. ആനപ്പുറത്തിരുന്ന 3 പേരെ ചെറിയ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആന അവരെ ഈ നമ്മളെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അവരെ ഒരു സമീപത്തുണ്ടായിരുന്ന മരമൊക്കെ ആന നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് വളരെ പരിഭ്രാന്തിയായിട്ട് ഓടിയ ആനയുടെ പുറത്തു നിന്നവർ താഴേക്ക് വീഴുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. ഒപ്പം ആ സമീപ പ്രദേശത്തുണ്ടായിരുന്ന വെച്ചിരുന്ന ബൈക്കുകൾ അടക്കമുള്ള വാഹനങ്ങളും ആന നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ സാഹചര്യം ശാന്തമാണ്. ആനയെ തളച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ആനയാണ്. വേണാട് ആദികേശവനാണ് ഇടഞ്ഞത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. എന്തായാലും ഉത്സവത്തിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പക്ഷേ ആളുകളൊക്കെ ചിതറി ഓടിയത് കൊണ്ട് വലിയൊരു അപകടമാണ് അവിടെ ഒഴിവായത്. ശരി, നവമി ദിനേശാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.